ആറാട്ടുപുഴ വലിയഴീക്കൽ വീടിന് തീപിടിച്ച് വൻ നാശനഷ്ടം. വലിയഴീക്കൽ മുല്ലശ്ശേരിൽ ബേബിയുടെ വീടിനാണ് തീപിടിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. തീപിടിച്ച സമയത്ത് ബേബിയും ഭാര്യയും മക്കളും മറ്റു മുറികളിലായി ഉറങ്ങിയിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. വലിയഴീക്കൽ റോഡിലൂടെ സഞ്ചരിച്ച യുവാക്കളാണ് വീടിനുള്ളിൽ നിന്ന് തീ വരുന്നത് ആദ്യം കണ്ടത്. തുടർന്ന് ഇവരും വീട്ടുകാരും സമീപവാസികളും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചു. വിവരമറിഞ്ഞ കായംകുളത്തു നിന്നെത്തിയ അഗ്നിരക്ഷാസേനയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. കോഴിക്കോട് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. മടവൂർ സ്വദേശി നജീജയുടെ വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. വീടിന്റെ സ്റ്റെയർകേസ് റൂമിന്റെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത്. 5 പവൻ സ്വർണമാണ് മോഷണം പോയത്. സംഭവത്തിൽ പള്ളിക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബിജു പ്രഭാകരനെതിരെ INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ പ്രമേയം. KSEB മുൻ ചെയർമാൻ ബിജു പ്രഭാകരനെതിരെ INTUC യങ് വർക്കേഴ്സ് കൗൺസിൽ പ്രമേയം. ഭരണമാറ്റം ഉണ്ടാകുമെന്നറിഞ്ഞപ്പോൾ മാളത്തിൽ നിന്ന് പുറത്തുവരുന്ന വിഷജന്തുക്കളെ കോൺഗ്രസ് സൂക്ഷിക്കണമെന്നാണ് പ്രമേയത്തിൽ പറയുന്നത്. പദവിയിൽ ഇരുന്നപ്പോഴുള്ള അഴിമതികൾ അന്വേഷിക്കുമോ എന്ന ഭയമാണ് ബിജു പ്രഭാകരന്റെ കോൺഗ്രസ് പ്രേമത്തിന് പിന്നിൽ. തൊഴിലാളി വിരുദ്ധനായ മുൻ IAS ഉദ്യോഗസ്ഥനെ വരാന്തയിൽ പോലും കോൺഗ്രസ് കയറ്റരുതെന്നും പ്രമേയത്തിൽ പറയുന്നു. കുറിഞ്ഞി ഓർത്തഡോക്സ് പള്ളിയിൽ സംഘർഷം. എറണാകുളം കോലഞ്ചേരി കുറിഞ്ഞി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളിയിൽ സംഘർഷം. യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടൽ. 3 പേർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. 15 വീതം ദിനങ്ങൾ ഇരുവിഭാഗത്തിനും നിർണയിച്ചു നൽകിയ സ്ഥലമാണിത്. നിലവിൽ ഓർത്തഡോക്സ് വിഭാഗത്തിനാണ് ആരാധന അനുവാദം. പള്ളിപ്പെരുന്നാൾ നടക്കുന്നുമുണ്ട്. അതിനിടെ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടവർ ആരാധന അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. സംസാരം പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘർഷത്തിനിടെ കുരുമുളക് സ്പ്രേ പ്രയോഗിച്ചതായി ആരോപണമുയർന്നു. നിലവിൽ സ്ഥിതി ശാന്തമാണ്. കൂടുതൽ പോലീസിനെയും സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇലക്ഷൻ പ്രവചന മത്സരവുമായി വാഴക്കാട് ഗ്ലോബൽ OICC. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം നാട്ടിലും പ്രവാസ ലോകത്തേക്കും പടർത്തി ഗ്ലോബൽ OICC വാഴക്കാട് സെൻട്രൽ കമ്മിറ്റിയുടെ ഓൺലൈൻ തെരഞ്ഞെടുപ്പ് പ്രവചന മത്സരം. 2 ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്ന വിജയിയെ കാത്തിരിക്കുന്നത് 1,00,000 ലക്ഷം രൂപയുടെ പാരിതോഷികമാണ്. ഒമാൻ മസ്കത്തിലെ പ്രവാസി വ്യവസായിയും ഇൻകാസ് OICC പ്രവർത്തകനുമായ അനീഷ് കടവിലാണ് സമ്മാനത്തുക സ്പോൺസർ ചെയ്തത്.